ഇന്നെനിക്ക് പറയാനുള്ളത് വിട്ടുവീഴ്ചയെക്കുറിച്ചാണ് കേട്ടോ. വിട്ടുവീഴ്ച പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലായാലും ബിസിനസ്സിലായാലും ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മളൊരു വിട്ടുവീഴ്ച മനോഭാവം നല്ലതാണല്ലേ. കഴിഞ്ഞ മാസം എനിക്കൊരു കേക്കിൻ്റെ ഓർഡർ വന്നിരുന്നു. ആ കേക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു പറഞ്ഞിട്ട് വീണ്ടും ഈ മാസം അവരുടെ മോളുടെ ബർത്ത്ഡേക്ക് ഒരു കേക്കും കൂടി ഓർഡർ വന്നിരുന്നു. ആദ്യം തന്ന ഓർഡർ ബ്ലാക്ക് ഫോറസ്റ്റ് ആയിരുന്നു. അവർക്ക് ബ്ലാക്ക് ഫോറസ്റ്റിനോടാണ് ഇഷ്ടം പറഞ്ഞിട്ടാണ് ഓർഡർ തന്നത്. രണ്ടാമത് ഓർഡർ വന്നപ്പോഴും ബ്ലാക്ക് ഫോറസ്റ്റ് തന്നെ മതി എന്ന് പറഞ്ഞു. വേറെ ഫ്ലേവറിലും കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ ചെയ്തു തരാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട, ഇതേ ബഡ്ജറ്റിൽ ബ്ലാക്ക് ഫോറസ്റ്റ് തന്നെ മതി എന്നാണ് പറഞ്ഞത്. എല്ലാവർക്കും ഇപ്പോൾ ഒരു ബഡ്ജറ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ബ്ലാക്ക് ഫോറസ്റ്റിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ ക്രീമിലൊക്കെ ചോക്ലേറ്റ് ആഡ് ചെയ്ത് ക്രീമിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് ചോക്ലേറ്റൊക്കെ മെൽറ്റ് ചെയ്ത് ഒഴിച്ചു കൊടുത്ത് കുറച്ച് ക്വാളിറ്റിയോടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്ക് ചെയ്തെടുത്തു. ഞാനുണ്ടാക്കുന്ന കേക്കുകൾക്ക് ടേസ്റ്റിനോ ക്വാളിറ്റിക്കോ ഒരു കോംപ്രമൈസും ഇല്ല. പക്ഷേ ഡിസൈനൊന്നും ഞാൻ എപ്പോഴും മുൻതൂക്കം കൊടുക്കാറില്ല, അതിന് സമയം കളയാറും. ഒരു കേക്കിൻ്റെ ക്ലാസ് ഞാൻ ഇതുവരെ അറ്റൻഡ് ചെയ്തിട്ടില്ല. ആദ്യമായിട്ട് ഞാനൊരു സ്പഞ്ച് ഉണ്ടാക്കിയപ്പോൾ അത് സക്സസ് ആയപ്പോൾ പിന്നെ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങി. ഈ കേക്ക് കൊണ്ടുപോയപ്പോഴും അവർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. കുടുംബക്കാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. 2-3 പേരുടെ ഓർഡറൊക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. എപ്പോഴും നമ്മളൊരു പ്രോഡക്റ്റ്സ് കൊടുത്തു കഴിഞ്ഞിട്ട് റിപ്പീറ്റേഷൻ വരുമ്പോഴാണ് നമുക്ക് വളരെയധികം സന്തോഷം തോന്നുക. മൗത്ത് പബ്ലിസിറ്റിയാണ് ഏറ്റവും വലിയ പബ്ലിസിറ്റി. നമ്മൾ എത്രയും കാശ് കൊടുത്തിട്ട് പരസ്യങ്ങൾ ചെയ്തിട്ടും കാര്യമില്ല. ആ പരസ്യം ചെയ്താൽ ഒരു തവണ വരും, പിന്നെ നമുക്ക് വീണ്ടും വരണം എന്നില്ല. പക്ഷേ എപ്പോഴും നമ്മളൊരു ക്വാളിറ്റിയോടെയും ടേസ്റ്റോടെയും ഒരു പ്രോഡക്റ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ റിപ്പീറ്റേഷനായിട്ട് വരുമ്പോഴാണ് നമുക്ക് ഏറ്റവും നല്ലൊരു ഉപകാരപ്രദമാവുക.